ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ലഗേജും ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ ബസ്സൊക്കെ വരും. ബസ് വന്നിട്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നതാണ്. ബസ്സൊക്കെ റെഡിയായി നിന്നിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ 7:15 ഫ്ലൈറ്റ് വിടുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ എല്ലാവരും കയറുന്നുണ്ട്. അങ്ങനെ ബസ്സിലൊക്കെ കയറി റെഡിയായ ആളൊക്കെ കയറി റെഡിയായിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയി കയറുന്നതാണ്. അങ്ങനെ ബസ് വിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ ഇവിടെ റെഡിയായി നിന്നിട്ടുണ്ട്. എല്ലാവരും കയറുന്നുണ്ട്. പിറകിലായി നമ്മൾ കയറി. നമുക്ക് ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഫ്രണ്ടിലെ സീറ്റാണ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഫ്ലൈറ്റിലൊക്കെ കയറിയിരുന്ന് ഇനി ലക്ഷദ്വീപിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ പ്ലെയിൻ വിട്ട് ഇറങ്ങി അവിടെ 2 മണിക്കൂർ കൊണ്ട് എത്തുന്നതാണ്. എല്ലാവരും കയറി ഇന്ന് റെഡിയായി. ഫ്ലൈറ്റൊക്കെ 2 മണിക്കൂർ കൊണ്ട് അവിടെ ദ്വീപിലെത്തി. എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്കൊരു വണ്ടി ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടാക്സിയിൽ കയറി ഒരു വീട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവിടത്തേക്ക് പോയി. അവിടെ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം അഗത്തി എന്ന് പറഞ്ഞ ദ്വീപിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നല്ല വ്യൂ ആണ് ഇവിടെ കാണാൻ. തെങ്ങും കടലും പണ്ടുള്ള ഓലമേച്ച പുരയും അടുത്തടുത്ത് വീടായിട്ടാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു കടപ്പുറം വ്യൂ ആണ്. അങ്ങനെ നമ്മൾ ഈ വീട്ടിലേക്ക് തൽക്കാലം ബസ്സിൽ കയറാൻ വേണ്ടി ഇവിടെ വന്ന് റെസ്റ്റെല്ലാം ചെയ്ത് ചോറെല്ലാം വെച്ചിട്ട് ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ നിന്ന് ഞങ്ങൾ വിട്ട് ഫ്രണ്ട് അവിടെ ടിക്കറ്റെല്ലാം റെഡിയാക്കി ബസ്സിൽ പോകാൻ വേണ്ടി. അങ്ങനെ അവിടെയുള്ളൊരു വ്യൂ ആണിത്. ബസ്സെല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും അവിടേക്ക് കയറാൻ പോകുന്നതാണ്. നല്ല കാണാൻ നല്ല രസമുണ്ട് ഇവിടെ എല്ലാം. അങ്ങനെ നമ്മളെല്ലാം കയറാൻ വേണ്ടി പോകുന്നുണ്ട്. ബസ്സിൽ കയറി ഒരു 2 മണിക്കൂർ ഇരിക്കേണ്ടി വരും. അങ്ങനെ ബസ്സിൽ കയറി അഗത്തിയിൽ നിന്നും കവത്തി എന്ന ദ്വീപിലാണ് എത്തിയത്. അങ്ങനെ അവിടുന്ന് ബസ്സിൽ ഇറങ്ങിയ ശേഷം നമുക്കൊരു ഓട്ടോ വന്ന് ഇവിടുത്തെ ഫ്രണ്ടിൻ്റെ മോന് കൂട്ടാൻ വന്ന് നമ്മളെ റൂമിലേക്ക് മാറുന്നത്. ഇവിടെ ഒരു വീട് റെഡിയാക്കിയിട്ടുണ്ടായിന്. നല്ല വ്യൂ ഉണ്ട്. നല്ല ബീച്ചും ഇതെല്ലാം ആയിട്ടുള്ള നല്ല സ്ഥലമാണ്. അങ്ങനെ ഇവിടെ നമ്മൾ താമസിക്കുന്നതാണ്. അങ്ങനെ രാത്രി നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഓട്ടോയിൽ പോയതാണ്. അങ്ങനെ അവിടെ എത്തി അവരുടെ സ്പെഷ്യൽ കിലാഞ്ചിയും നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം ഉണ്ടായിന്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കിലാഞ്ചിയും പാലും നെയ്ച്ചോറും ചിക്കൻ കറിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായി. പച്ചക്കറി എല്ലാം അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയതാണ്. ഇനി ബാക്കിയുള്ള വീഡിയോസ് പാർട്ട് 3 ആയി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ. താങ്ക് യു.